ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ഭിന്നസംഖ്യകൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് 3ാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ 2 വീഡിയോകളും കാണാത്തവരാണെങ്കിൽ എന്തായാലും അത് കാണണം. അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഏതായാലും കഷ്ടപ്പെട്ട് ഞാൻ തയ്യാറാക്കുകയാണ്. അപ്പം മാക്സിമം ആൾക്കാർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുകയാണെങ്കിൽ എനിക്കും അതുകൊണ്ടൊരു സന്തോഷം ഉണ്ടാവും. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അധികം വലിച്ചു നീട്ടിയൊന്നും കൊണ്ടുപോകണ്ട. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. പേജ് നമ്പർ 28 ഒരു 3 പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം അടുത്ത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഭാഗവും ഗുണനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. 1ാമത്തെ ചോദ്യം, 9 liters of milk is divided equally among 3 children. How many liters will each get? What if there are 4 children? ഇനി നമുക്കത് മലയാളത്തിലും കൂടി ഒന്ന് നോക്കാം. 9 ലിറ്റർ പാല് 3 കുട്ടികൾക്ക് ഒരേപോലെ വീതിച്ചു. ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാല് കിട്ടും? 4 പേർക്കാണ് വീതിക്കുന്നത് എങ്കിലോ. അപ്പം നമുക്ക് അതിൻ്റെ സ്റ്റെപ്പുകളും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പറഞ്ഞതിന് ശേഷം സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇവിടെ 9 ലിറ്റർ പാല് 3 പേർക്ക് വീതിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ടോട്ടൽ മിൽക്ക്, അതായത് ആകെയുള്ള പാലിൻ്റെ അളവ് 9 ലിറ്റർ. ഇനി പറയുന്നത് 3 കുട്ടികൾക്ക് ഒരേപോലെ വീതിച്ചു. അപ്പം വീതിക്കേണ്ട കുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് ചിൽഡ്രൻ, അത് എത്രയാണ് പറയുന്നത്? 3 ആണ് പറയുന്നത്. എന്നിട്ട് പിന്നെ പറയാണ് ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാല് കിട്ടും. അപ്പോൾ ഒരു കുട്ടിക്ക് കിട്ടുന്ന പാലിൻ്റെ അളവ്, ദ എമൗണ്ട് ഓഫ് മിൽക്ക് ഈച്ച് വിൽ ഗെറ്റ്, ഓരോരുത്തർക്കും കിട്ടുന്ന പാലിൻ്റെ അളവ് ഈക്വൽ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/3 ഓഫ് 9 ആണ്. 1/3 ഓഫ് 9 എന്ന് പറഞ്ഞാൽ 9ന്റെ 1/3 ഭാഗം. 9ന്റെ 1/3 ഭാഗം, അതായത് ടോട്ടൽ 9 ആണ്. അതിനെ വീതിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം എത്ര? അതാണ് ചോദ്യം. അതായത് 9 ഗുണിക്കണം 3/1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9/3. അതായത് 9നെ 3 പേർക്ക് വീതിക്കുമ്പോൾ ഹരണാണ് അവിടെ വരുന്നത്. ഇനി 9 3 പേർക്ക് വീതിക്കുകയാണ്. 9ന്റെ 1/3 ഭാഗം നമുക്കറിയാം. 9ന്റെ 1/3 ഭാഗം എത്രയാ? 9 ലിറ്റർ പാല് 3 പേർക്ക് വീതിക്കുമ്പോൾ ഓരോ ലിറ്റർ ആദ്യം എടുക്കാനുണ്ടാവും. അപ്പം എത്രയായി? 3. വീണ്ടും ഓരോ ലിറ്റർ കൊടുക്കാം. അപ്പം 3 3 6 ലിറ്ററായി. വീണ്ടും ഓരോ ലിറ്റർ വീതം കൊടുക്കണം. അപ്പം എത്രയായി? 9 ലിറ്റർ. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്നത് 3 ലിറ്റർ പാലാണ് കിട്ടുന്നത്. അടുത്തത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് 4 പേർക്കാണ് വീതിക്കുന്നതെങ്കിലോ. അപ്പം 4 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും കിട്ടുന്ന പാലിൻ്റെ അളവ്, ഇഫ് 9 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 ചിൽഡ്രൻ ഈച്ച് വിൽ ഗെറ്റ്. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന പാലിൻ്റെ അളവ് അവിടെ എന്താണ് ചെയ്യേണ്ടത്? 9 ഡിവൈഡഡ് ബൈ 4, അതായത് 9നെ 4 കൊണ്ട് ഹരിക്കണം. അതായത് 1/4 ഓഫ് 9, 9ന്റെ 4/1 ഭാഗം. അപ്പോൾ 9ന്റെ 4/1 ഭാഗം കാണാൻ ഇതിൻ്റെ അടിയിലാണ് എഴുതേണ്ടത് നിങ്ങൾ. ഞാനിവിടെ സൈഡിൽ എഴുതുകയാണ് 9/4. അപ്പോൾ നമുക്കറിയാം 9 ലിറ്റർ 4 പേർക്ക് വീതിക്കുമ്പോൾ പിന്നെ ആദ്യം ഓരോ ലിറ്റർ വെച്ച് കൊടുക്കുമ്പോൾ 4 ലിറ്ററായി. വീണ്ടും ഓരോ ലിറ്റർ വെച്ച് കൊടുക്കുമ്പോൾ 4 4 8 ലിറ്ററായി. അതായത് 8 ലിറ്റർ പാല് നമുക്ക് 4 പേർക്ക് വീതിക്കാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് 2 ലിറ്റർ വീതം കിട്ടും. അപ്പം 4 2 8 ആയി. ബാക്കി ഇവിടെ ഉള്ളത് എത്രയാണ്? 1 ആണ്. കാരണം 8 ലിറ്റർ കഴിഞ്ഞാൽ 9 ആവാൻ വേണ്ടി 1 ആണ് ബാക്കിയുള്ളത്. അപ്പം 2ഉം 4/1, 2 1/4 അല്ലേ? 2.25 ലിറ്റർ പാലാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത് നമ്മൾ ഭാഗങ്ങളാക്കുകയാണ്, വീതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 9 ലിറ്റർ വീതിക്കുമ്പോൾ 9 ഉണ്ടാവും ഒരാൾക്ക്? ഇല്ല, 9ന്റെ ഭാഗങ്ങളായിട്ടാണ് കിട്ടുക. ഇനിയിപ്പോൾ നമുക്ക് നോക്കി അറിയാം, ഈ 2.25 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 4 തവണ കൂട്ടിയാൽ 2.25ന്റെ 4 മടങ്ങാണ്. 4 ടൈംസ് ഓഫ് 2 1/4 ആണ് 9.
നമുക്ക് നോക്കാം. 2.25 എത്രയാ വരിക? 4.5. 4.5 എത്രയാ? 9. ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് പേജ് നമ്പർ 28 രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. 6 kilograms of rice was packed in 5 bags of the same size. How many kilograms of rice in each bag? What if it is packed in 4 bags? ഇനി മലയാളത്തിലും കൂടെ നമുക്കൊന്ന് നോക്കാം. 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള 5 സഞ്ചികളിലാക്കി. ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? 4 സഞ്ചികളിലാക്കിയാലോ? അപ്പം നമുക്കറിയാം 6 കിലോഗ്രാം അരി. അപ്പം അതിൽ നിന്ന് ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാം. എന്താണ്? ആകെയുള്ള അരിയുടെ അളവ്, ടോട്ടൽ റൈസ് എത്രയാണ്? 6 kg ആണ് ഉള്ളത്. ഇനി പറയാണ് ഒരുപോലെയുള്ള 5 സഞ്ചികളിലാക്കി. അപ്പം നമ്പർ ഓഫ് ബാഗ്സ്, സഞ്ചികളുടെ എണ്ണം എത്രയാണ്? 5 എണ്ണമാണുള്ളത്. ഇനി ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? അപ്പോൾ ഒരു സഞ്ചിയിൽ കൊള്ളുന്ന അരിയുടെ അളവ് അല്ലേ? എമൗണ്ട് ഓഫ് റൈസ് ഇൻ എ ബാഗ്. ഒരേപോലെയുള്ള സഞ്ചികളാണ്, ഒരേപോലെയാണ് വീതിക്കുന്നത്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 6നെ 5 കൊണ്ട് ഹരിക്കണം അല്ലേ? അതായത് 6ന്റെ 5-1 ഭാഗം 1/5 ഓഫ് 6. 6ന്റെ 5-1 ഭാഗം 1/5 ഓഫ് 6 ആണ് വരുന്നത്. അപ്പൊ 6 × 5-1 ഗുണനക്രിയയായിട്ട് നമ്മൾ എഴുതി 6/5 ആണ് കിട്ടുന്നത്. നമുക്കറിയാം 6 കിലോഗ്രാം അരി 5 സഞ്ചികളിലാക്കുമ്പോൾ ഓരോ കിലോ വെച്ച് 5 സഞ്ചികളിലാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ 5 വരുന്ന സമയത്ത് 1 ആയി 1 കിലോ വെച്ച് കിട്ടും അല്ലേ? ബാക്കിയുള്ളത് എത്രയാണ്? ബാക്കി 5-1 വരിക. 5-1 5 പ്രാവശ്യം കൂട്ടുമ്പോൾ 5-5 ആയി. അതായത് 5-5 കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒരു 5-1 ഭാഗമാണ് വരിക. അപ്പം 1 കിലോയും പിന്നെ 5-1 ഭാഗവും കിട്ടും. അപ്പം 1/5 kg അരിയാണ് ഒരു സഞ്ചിയിൽ കൊള്ളുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അതിൽ തന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് 4 സഞ്ചികളിലാക്കിയാലോ? അതായത് if 6 kg of rice is packed in 4 bags, the quantity of rice in 1 bag. ഈ 6 കിലോഗ്രാം അരി 4 സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ കൊള്ളുന്ന അരിയുടെ അളവ് കാണാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 6 ഹരിക്കണം 4, 6 / 4 അല്ലേ? അതായത് 6ന്റെ 4-1 ഭാഗം. 6ന്റെ എന്താണ്? 4-1 ഭാഗം. ഗുണനക്രിയയായിട്ട് എഴുതുമ്പോൾ 1/4 ഓഫ് 6. ഗുണനക്രിയയായിട്ട് എഴുതുമ്പോൾ 6 × 1/4. ഞാൻ ബാക്കി ഇവിടേക്ക് എഴുതാണ്. സമം 6 × 1/4 എന്ന് പറഞ്ഞാൽ 6/4 ആണ്. അപ്പൊ ഇവിടെ നോക്കാം. ഈ 6-ല് പിന്നെ 4 പേർക്ക് വീതിക്കുമ്പോൾ ഓരോ കിലോ വെച്ച് എടുത്താൽ 4 ആയി അല്ലേ? അപ്പോൾ ഒരു 4 നമുക്ക് അതിനകത്തുണ്ട്. ബാക്കി നമുക്ക് എന്താ വരിക? 4-2 ഭാഗം. ഓരോ കിലോ വെച്ച് 4 സഞ്ചികളിലാക്കുമ്പോൾ 4 കിലോഗ്രാമായി. ബാക്കി 6 ആകാൻ വേണ്ടിയിട്ട് 2 കിലോ ഉണ്ട്. അപ്പം നമുക്ക് 1 4-2. പിന്നെ ഇവിടെ നമ്മൾ നോക്കി അറിയാം 4-2 എന്ന് പറയുന്നത് 1/2 കിലോയാണല്ലോ. നമുക്കറിയാം. ഒരു വൃത്തം ഇവിടെ ഞാൻ വരച്ചു. ഇത് 4 തുല്യ ഭാഗങ്ങളാക്കി. ഇതിൽ 2 ഭാഗം എന്ന് പറയുന്നത് 1/2 തുല്യമാണ്, ഹാഫിന് തുല്യമാണ്. അത് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഹാഫാണ് ന്യൂമറേറ്റർ വരിക. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുക? 1.5 kg. ഇനി തിരിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതായത് 4 times of 1.5 ആണ് 6 വരിക. അതായത് 1.5യുടെ 4 മടങ്ങ്. 1ന്റെ 4 മടങ്ങ് 4. 1/2യുടെ 4 മടങ്ങ് എത്രയാ? 2 അല്ലേ? അപ്പം 4ഉം 2ഉം 6 തന്നെ കിട്ടുന്നുണ്ട്. അതായത് 1.5 കിലോ ഒരു സഞ്ചിയിൽ, വീണ്ടും 1.5 കിലോ രണ്ടാമത്തെ സഞ്ചിയിൽ. അപ്പം ടോട്ടൽ 3 ആയി. വീണ്ടും 2 സഞ്ചിയുണ്ട്. 3 6 kg. ഓക്കെ ആണല്ലോ.
എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. A 7 meter long string is divided into 6 equal pieces. What is the length of each piece? What if it is divided into 3 equal pieces? ഇനി നമുക്ക് അതിൻ്റെ മലയാളം കൂടെ ഒന്ന് നോക്കി നോക്കാം. 7 മീറ്റർ നീളമുള്ള ചരട് 6 സമഭാഗങ്ങളാക്കി. ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? 3 സമഭാഗങ്ങളാക്കിയാലോ? നമുക്ക് നോക്കാം. 7 മീറ്റർ നീളമുള്ള ചരട്. അപ്പൊ എന്താ എഴുതേണ്ടത്? ചരടിന്റെ നീളം, അതായത് ലെങ്ത് ഓഫ് സ്ട്രിങ് എത്രയാണ്? 7 മീറ്റർ. ഇനി പറയുന്നത് 6 സമഭാഗങ്ങളാക്കി. അപ്പൊ സമഭാഗങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഈക്വൽ പീസസ് എത്രയാണ്? 6. ഇനി പിന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്, അതായത് ലെങ്ത് ഓഫ് ഈച്ച് പീസ്. ഒരു കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 7 ഹരിക്കണം 6, അതായത് 7 മീറ്ററിൻ്റെ 6ൽ ഒരു ഭാഗം 1/6 ഓഫ് 7. അപ്പൊ 7 into 1/6 നോക്കൂ, 7/6. അപ്പൊ ഇവിടെ നോക്കുക, 7 മീറ്റർ 6 സമഭാഗങ്ങൾ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോ മീറ്റർ വെച്ചിട്ട് 6 നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ 1 മീറ്റർ വെച്ചിട്ട് 6 ആയാൽ 6 മീറ്റർ ആയി. ബാക്കി 1 മീറ്റർ, അത് ബാക്കിയുള്ളത് 6ൽ 1 വീതം വരും. മനസ്സിലായില്ലേ? അതായത് 1 മീറ്ററും വരും, 6ൽ 1 നമുക്ക് കിട്ടും. 1 and 1/6 മീറ്റർ ആണ് ലഭിക്കുന്നത്. ഇനി അതിൽ തന്നെ ചെറിയൊരു ഭാഗം കൂടെ പറഞ്ഞിരിക്കുന്നത് 3 സമഭാഗങ്ങളാക്കിയാലോ, അതായത് ഇഫ് 7 മീറ്റർ ലോങ് സ്ട്രിങ് ഈസ് കട്ട് ഇൻ ടു 3 ഈക്വൽ പാർട്സ് ആക്കണം. ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്. ഒരു ഭാഗത്തിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്കറിയാം 7 divided by 3 ആണ്. അപ്പൊ 7 മീറ്റർ 3 സമഭാഗങ്ങളാക്കിയാൽ 1/3 ഓഫ് 7, 7ന്റെ 3ൽ ഒരു ഭാഗം. 7ന്റെ 3ൽ ഒരു ഭാഗം എന്ന് പറയുന്നത് 7/3. അതായത് ഇതിൽ 3 സമഭാഗങ്ങൾ എത്ര എണ്ണം ഇതെടുക്കാനുണ്ടാവും? 7 മീറ്ററിൽ നമുക്കറിയാം 2 എണ്ണം എടുക്കാനുണ്ടാവും അല്ലേ? 2 3 6 മീറ്ററായി. ബാക്കിയുള്ളത് 3ൽ 1 മീറ്ററാണ് വരുന്നത്. അപ്പോൾ 3 സമഭാഗങ്ങളാക്കുമ്പോൾ 2 മീറ്റർ വെച്ചിട്ട് 3 സമഭാഗങ്ങൾ 3 6 പീസസ് ആയി, 6 മീറ്ററായി. ബാക്കിയുള്ളത് 7ൽ 1 മീറ്ററാണ്. അപ്പം 3ൽ 1, കാരണം നമുക്ക് 3 എണ്ണം ആക്കേണ്ടത്, അതുകൊണ്ട് 3ൽ 1. അപ്പം 2ഉം 3ൽ 1 മീറ്റർ ആണ് വരുന്നത്. അപ്പം ഇവിടെ 23 നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. 23 6, 6 1 7, അതായത് 3 ടൈംസ് ഓഫ് 2 and 1/3 ആണ്. അതായത് 2ഉം 1/3ന്റെ 3 മടങ്ങ്. 3 മടങ്ങ് നമുക്ക് എന്ത് തന്നെ കിട്ടും? 7. നമുക്ക് നോക്കാം, ഇതിൻ്റെ 3 മടങ്ങ്, 2ന്റെ 3 മടങ്ങ് 6. 1/3 വെച്ചിട്ട് 3 പേർക്ക് വരുമ്പോൾ 3ൽ 3 വരുമ്പോൾ 1 ആയി. അപ്പോൾ 6 1 7. ഇതേപോലെ നമ്മൾ തിരിച്ചും കൂടെ ചിന്തിക്കാൻ നിങ്ങൾ പഠിക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓരോ ചോദ്യവും നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് സ്വന്തം ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? അത് റിപ്പീറ്റായിട്ട് കണ്ടിട്ട് എവിടെയെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ വീണ്ടും മനസ്സിലാക്കിയിട്ട് സ്വന്തം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. എന്നിട്ട് സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ടല്ലോ, നിങ്ങളത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇന്നെടുത്ത പ്രവർത്തനങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് ലൈക്കൊക്കെ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ ഒരു കമൻറ്റൊക്കെ എഴുതിയിട്ടാൽ എനിക്കൊരു സന്തോഷമാണ്. ഏതായാലും ഇനി നമുക്ക് ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ആൾ. ഓക്കെ, ബൈ.